തണുത്ത് വിറച്ചിട്ടാണ് കഴിച്ചു നിൽക്കുന്നത്. മഴ കുട കൊണ്ടുപോയില്ല, തലങ്ങനെ തണുപ്പിച്ചോളൂ. അടിപൊളി. ആഹാ, അന്തസ്. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ, മെല്ലത്തിന്റെ മകളെ. മദീനായ അച്ഛനും മാമനും, കർമ്മനിരതനായ മാമനും. അച്ഛൻ ചാച്ചു, പൊന്നു ചാച്ചു, ചാച്ചു. പഠിച്ചോനെ നിങ്ങള് കാത്തോളി. இந்த கோழியை பார்த்தாலே தெரியும், நல்ல டேஸ்ட். ഹലോ ഗായ്സ്, നമ്മുടെ അളിയങ്കടി നാട്ടിലെത്തി. പിറ്റേ ദിവസം ആൾ പറഞ്ഞു മൂന്നാർ പോയാലോന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മളൊന്നും നോക്കില്ല, പെട്ടും പാക്ക് ചെയ്ത് യാത്ര തുടങ്ങി. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ പ്ലാൻ പെട്ടെന്നായ കാരണം വീട്ടിൽ നിന്നൊന്നും കഴിക്കാൻ നേരം കിട്ടില്ല. അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് നമ്മൾ ആര്യാസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ഉണ്ണിക്കൂട്ടൻ നല്ല ഉറക്കമായതുകൊണ്ട് ഉണ്ണിക്കൂട്ടനെ അവിടെ കിടന്നുറങ്ങാനായിട്ട് അവർ തൊട്ടിലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 3 പേര് മസാല ദോശയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ണി എഴുന്നേൽക്കുന്നതിന് മുന്നേ വേഗം മസാല ദോശ കഴിച്ചിട്ട് നമ്മൾ വേഗം യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാനുള്ള മൂന്നാർക്ക് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് പാസ് ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു ഇല്യൂഷൻ ഫീലിംഗ് തോന്നിയിട്ടോ. പിന്നെ നമ്മുടെ ഈ ട്രിപ്പിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കണ്ണന്മാരും കൊണ്ടിട്ടുള്ള ഫസ്റ്റ് ലോങ് ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും സേഫ് ആക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ മൂന്നാർക്ക് യാത്രക്കിടയിൽ ജിയപ്പാറ വാട്ടർഫാൾസ് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കി ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ചിറങ്ങി. അപ്പോൾ ഉണ്ണി വണ്ടിയിൽ നല്ല ഉറക്കമായിരുന്നു. ഉറങ്ങി എൻ്റെ ഇപ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്, അഭിപ്രായം ഫസ്റ്റ് ടൈം വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത്. അപ്പോൾ ആളാകെ അന്തം വിട്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. എൻ്റെ ചേട്ടനായിരുന്നു ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ. ഞങ്ങളുടെ മൂന്നാർക്ക് പോകേണ്ട റൂട്ടിൽ ഫസ്റ്റത്തെ സ്പോട്ടാണ് ജിയപ്പാറ വാട്ടർഫാൾസ്. അത്യാവശ്യം നല്ല വൈബുള്ളൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ, നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ. അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഉപ്പിട്ട് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് കഴിച്ച് അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. അതിൽ പോണ വഴിയിൽ കുറേ കുഞ്ഞു കുഞ്ഞു വാട്ടർഫാൾസൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് ഇടയ്ക്കൊന്ന് നിർത്തി റിലാക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈമായപ്പോൾ അടിമാലി എത്തിയപ്പോൾ അവിടെ നല്ലൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ ഫുഡ് കഴിക്കണ യൂത്താണ് ഈ കാണുന്നത് ഉണ്ണിയെ കൊണ്ടിട്ട്. അവൻ എൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് ചാടണം, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണം. അപ്പോൾ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടൊക്കെ ഫുഡ് കഴിച്ച് ഏട്ടൻ്റെ ചോറൊക്കെ കൊടുത്ത് സെറ്റാക്കി എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ യാത്ര തുടങ്ങിയിട്ടാണ്. അപ്പോൾ പോണ വഴിക്ക് ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കണ്ട പേട്ടിറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു. മൂന്നാറെത്തി നല്ല ദിവസമാണ്, നല്ല മഴയുള്ള ദിവസമാണ് മൂന്നാറെത്തിയണത്. അപ്പോൾ എന്തായാലും നല്ലൊരു വൈബായി. മഴയത്ത് ഇങ്ങനെ കണ്ട നല്ല രസമാണ്, നല്ല തണുപ്പും അടിപൊളി വൈബ്. മഴ കൊണ്ടുപോകേണ്ട അവസ്ഥയായി ഗൈസ്. ഇതാണ് നമ്മൾ മഴയത്ത് ഇവിടെയാണ് നിൽക്കുന്നത്. നേരത്തെ കുറെ വെയിലുണ്ടപ്പോൾ സൂര്യൻ ഞാൻ കുറെ തണുപ്പ് വിറച്ചിട്ടാണ് കഴിച്ച് നിൽക്കുന്നത്. മഴയത് കുട കൊണ്ടുപോയില്ല, തലങ്ങനെ തണുപ്പിച്ചോളൂ. അടിപൊളി. ആഹാ, അന്തസ്. നല്ല മഴ പെയ്ത കാരണം തന്നെ കോടയൊക്കെ വേഗം ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ നിന്ന് വണ്ടി സൈഡാക്കി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി കുറച്ച് നേരം അതൊക്കെ കണ്ടു നിന്നു. പിന്നെ യാത്ര പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് കോടമഞ്ഞൊക്കെ കൂടുതൽ വരണം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ഹാപ്പി ആയിട്ട്. അപ്പം ഞാനങ്ങനെ ഹായ് നല്ല മഞ്ഞുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ചേട്ടൻ പറഞ്ഞു ഇല്ല ചെന്നമ്മ കോടമഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങി വന്നാൽ നമുക്ക് വണ്ടി ഓടിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതും റോഡൊക്കെ ഫുള്ള് ഒന്നും കണ്ടായില്ല, ഒരു പുകമയ മാത്രം ലൈറ്റിട്ട് വരുന്ന വണ്ടികൾ മാത്രം കാണുന്നുണ്ടായുള്ളൂ. പിന്നെ അവിടെ പതുക്കെയായിട്ട് ഓടിച്ചത്.
പോണ എല്ലാ സ്പോട്ടിലും ഉണ്ടായില്ല, ചില ഏരിയാസിൽ മാത്രമേ കോട ഇറങ്ങിയിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ദേ പോണ വഴിക്ക് നല്ലൊരു തേയിലത്തോട്ടം കണ്ടു കേട്ടോ. അപ്പോൾ മൂന്നാറൊക്കെ വന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടത്തിൽ ഫോട്ടോ ഇല്ലാണ്ട് എന്തില്ലേ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം, കുറച്ച് നേരം കാലം നിൽക്കുന്ന ഇറങ്ങി റിലാക്സ് ചെയ്യാന്ന് വെച്ചാൽ ഇറങ്ങി നടന്നു. ആസ് യൂഷ്വൽ ഗൂഗിൾ മാപ്പ് ഞങ്ങൾ ചതിച്ചു ഗൈസ്. അതേതോ ഒരു കാട്ടുവഴി കാണിച്ചു തന്നിട്ട് ആ വഴി അവിടെ എത്തിയപ്പോൾ കുറച്ച് വഴി ബ്ലോക്ക്, വഴിയെ മണ്ണിക്കിട്ട് കെട്ടിയാണ്. അപ്പം ദൈവം പറഞ്ഞു വിട്ടാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ കറക്റ്റ് സ്പോട്ടിലെത്തി. പിന്നെ ആളുടെ പിന്നാലെ ഞങ്ങൾ വേഗം വണ്ടി വിട്ടു. ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് റിസോർട്ടിലേക്ക് എത്തിയിട്ടാണ്. മൂന്നാറൊക്കെ എത്തുന്നതിനും കുറേ മുന്നാണ് നമ്മുടെ റിസോർട്ട് ബുക്ക് ചെയ്ത സ്പോട്ട് വരുന്നത്. മാങ്കുളം എന്ന് പറയും, എലിഫൻറ്റ് പബ് എന്നാണ് നമ്മുടെ ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ പേര്. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിന് സ്വന്തം റിസോർട്ടാണ് കേട്ടോ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയണം. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസും ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഗൂഗിൾ മാപ്പ് നമ്മളെ കുറേ ചുറ്റിച്ചാൻ അവിടെ എത്തിയപ്പോൾ ഈവനിങ് ആയിട്ട് ഇരുട്ടായി തുടങ്ങിയിരുന്നു. ഭയങ്കര ടയേർഡായി. ഞങ്ങൾക്ക് എങ്ങനെയൊന്നും കിടന്നാൽ മതി എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കയറി വേഗം റൂമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടാണ്. അപ്പം ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ കാലത്ത് എടുക്കാമെന്ന് വെച്ചാൽ വേഗം ചുറ്റിക്കറങ്ങിയത് കണ്ട് ഞങ്ങൾ വേഗം ഫ്രഷ് ആവാനുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ്. ബെഡിൽ കഴിഞ്ഞപ്പോൾ സുഖണ്ട തിരിച്ച് ഹാപ്പിയായിട്ട് കുറെ നേരം വണ്ടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് ബെഡ് കിട്ടിയപ്പോൾ ഉഷാറയാള്. ചായ ചൂടുണ്ടോ പിന്നെ തിരിച്ച് ചാച്ചു അവനെ കുഞ്ഞ് ചാച്ചു, അച്ഛൻ ചാച്ചു, പൊന്നു ചാച്ചു ചാച്ചു പൊന്നു ചാച്ചു 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 അവിടെ ചാച്ചു ഞാൻ റൂമിൽ ചെന്ന് ഫ്രഷായി. പിന്നെ ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടാണ്. അപ്പോൾ അവർ തന്നെ ഡിന്നർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ കിടന്ന് തുടങ്ങിയിട്ടാണ്. പിറ്റേന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ് കേട്ടോ ഗൈസ് കാണുന്നത്. ഒരു പ്രത്യേക ആംബിയൻസ് തന്നെയായിരുന്നു. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും കേട്ടിട്ടാണ് എഴുന്നേറ്റ് വരുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാമല്ലോ, നമുക്ക് നല്ല ഒരു വൈബ് തന്നെയായിരുന്നു അവിടെ മൊത്തം. രാവിലെ ഷാനെ കുറുമ്പ് കാണിച്ചോണ്ട് പാപ്പ് തിന്നടാ. കുറുമ്പ് കാണിച്ചല്ലടാ നീ. പാപ്പ് കഴിക്കണ വേഗം. അച്ഛൻ താറ്റ കൊണ്ടുപോയില്ലടാ. താറ്റ കൊണ്ടോണാ? താറ്റ കൊണ്ടോണി പാപ്പ് കഴിച്ച്. പാപ്പ് കഴിക്ക്. അച്ഛൻ താറ്റ കൊണ്ടുപോയില്ലേട്ടാ. ആ താറ്റ പറഞ്ഞിട്ട് കാര്യമില്ല, കൊണ്ടുപോയി അച്ഛൻ. പാപ്പ് കഴിച്ചാലും താറ്റ കൊണ്ടുപോകണം കേട്ടാ. നല്ല കുട്ടിയാണോ? അങ്ങനെ കാലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇറങ്ങാട്ടോ. കാലത്ത് മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഉണ്ണിക്ക് ഫുഡ് കൊടുക്കുകയാണ്. ഉണ്ണിയുടെ കയ്യിൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ എന്ത് കാര്യം നോക്കുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ പുറത്തേക്ക് വന്നതാണ് ഇൻസ്റ്റൻ്റായിട്ട് കൊടുക്കാനായിട്ടുള്ള സുറിലാക്കാണ് കരുതിയിട്ടുണ്ടായി. അപ്പോൾ അതാണ് ഞാൻ കഴിച്ച് ശീലാക്കാനും കഴിക്കാൻ കുറച്ച് മഴയുണ്ടായിരുന്നു. കഷ്ടപ്പെട്ട് കുട്ടിക്ക് കയറ്റി കൊടുത്ത് അതിന് വയറ് ഫുള്ളാക്കി ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴ്ത്തിക്ക് പോകാൻ കേട്ടോ.
പാവൻ ചേട്ടൻ വന്ന് ഞങ്ങളുടെ വീഡിയോഗ്രാഫറായി മാറിയിട്ടാണ്. ആളിപ്പോൾ കയ്യിൽ ഉണ്ണിയും പിടിച്ചിട്ടാണ് ആളെ വീഡിയോ എടുത്ത് വരുന്നത്, കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ചിന്ന അങ്ങോട്ട് വെക്കടി. ആക്ച്വലി ഇവിടെ റിസോർട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിനൊന്നുമില്ല, എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, വെള്ളച്ചാട്ടത്തിലൊക്കെ ഇറങ്ങി കുളിക്കാനൊക്കെ. പക്ഷേ തലേന്നൊക്കെ നല്ല മഴയുണ്ട്, നല്ല ഒഴുക്കുണ്ടാവും, നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല, അതിനൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കാലത്തേക്ക് ഞങ്ങൾ അപ്പം മുട്ടക്കറിയാണ് പറഞ്ഞില്ലേ. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അവർ എത്തിച്ചേരും. ഹോംലിയും ഫുഡാണ്, നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഫുഡിങ് കഴിഞ്ഞ് നേരെ ഞാൻ ഫോണെടുത്ത് ഇറങ്ങിയിട്ടാ. ഇത് മൊത്തം ഒന്ന് കവർ ചെയ്യുന്നത് വെച്ചിട്ട് നിങ്ങൾക്കത് കാണിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് വരുന്നത് മുകളിലാണ്. ഇവിടെ മൊത്തം 3 കോട്ടേജസാണ് ഉള്ളത്. അതിൽ ഓൾറെഡി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴുള്ള ഫസ്റ്റത്തെ കോട്ടേജാണ് ചേട്ടൻ്റെ അടുത്തുണ്ടായി. അപ്പുറത്തെ ഞങ്ങളെടുത്തു. പിന്നെ അപ്പുറത്ത് പറഞ്ഞ വഴിയുണ്ട്, അതിൽ ആരും ഉണ്ടായില്ല, അത് അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ തൽക്കാലം നിൽക്കണ്ടായി. ഇവിടെ താഴത്തേക്ക് പോകുമ്പോഴാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കോട്ടേജിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. ഇത് നമുക്ക് അകത്തെ കാര്യങ്ങൾ കാണാം. അകത്ത് ബേസിക്കലി നോർമൽ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു റൂമാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ട് വരും, നല്ല രീതിക്ക് അത്യാവശ്യം കുറേ ലഗേജസൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ഒരു ടി വിൻ്റെ AC ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബേസിക്കായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ബാൽക്കണിയാണ്. ആ ഒരു വ്യൂവും ആ ഒരു ആംബിയൻസും അവിടെ ഇങ്ങനെ കുറേ നേരിയിരിക്കുന്ന നല്ല രസമാണ്. അത് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഒച്ചയ്ക്ക് കേട്ടിരിക്കാനായിട്ടാണ്. പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള പറയേണ്ടൊരു പോയിൻ്റായിട്ട് തട്ടിൻ്റെ മുകളിലുള്ള റൂം. അത് പ്രത്യേക വൈബ് തന്നെയാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അത്. അവർ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടം കുറച്ചും കൂടി ലൈവായിട്ട് നേരിൽ അത് കണ്ട് കിടക്കാം. അവിടെ ബെഡൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അവിടെയൊക്കെ കിടന്ന് നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അടിച്ചു പൊളിക്കാം. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഫുൾ ടാസ്ക് എൻ്റെ ചേട്ടനെ ഏൽപ്പിച്ചേക്കട്ടെ. ഇപ്പോൾ ക്യാമറ വീഡിയോസ് എടുക്കലാണെങ്കിലും ഉണ്ണീനെ നോക്കലാണെങ്കിലും ഞങ്ങൾ ഫുൾ ഉണ്ണീനെ ചേട്ടൻ്റെ കൊടുത്ത് ഞങ്ങൾ ഹണിമൂൺ വന്നോളൂ ഞങ്ങൾ ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു. കാരണം ഉണ്ണിക്ക് മാമനെ മതി, മാമൻ ഒരാൾക്ക് ഭയങ്കര ജീവനാണ്. ഓവറോൾ ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി വൈബുള്ളൊരു പ്ലേസാണ്.
ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിലും ഫ്രണ്ട്സായിട്ട് വരുന്നവർക്കാണെങ്കിലും ഹണിമൂണിന് വരുന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഞങ്ങൾ വന്ന നല്ല മഴയെ കാരണം തന്നെ ക്യാമ്പ് ഫയറും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ പറ്റിയില്ലേ. അതിനുള്ള ഫെസിലിറ്റീസും അവർ അറേഞ്ച് തരാറുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെങ്കിൽ അടിച്ച് പൊളിക്കാനൊക്കെ പക്ക സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാണ്ടെങ്കിൽ പോവാല്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തരാമെന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് തുള്ളിച്ചാടി പോകണേ പോക്കാണി കാണുന്നത് ഞാൻ. അവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു കേട്ടോ. കാരണം അവിടെ നിന്ന് അധികം ടൈം സ്പെൻഡ് കഴിഞ്ഞാൽ ബാക്കി സ്ഥലങ്ങളൊക്കെ കയറി മല ഇറങ്ങുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട്. റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചിറങ്ങി കുറച്ച് പോരുമ്പോഴൊരു സ്പോട്ടായിട്ടത് ആനക്കുളം എന്ന് പറയും. ഇവിടെ ആനയൊക്കെ വന്ന് വെള്ളം കുടിക്കുന്നതെന്ന് പറയാം. അങ്ങനെ അപ്പോൾ ആനയെ കാണാൻ പറ്റുന്ന സ്പോട്ടാണ്. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് അന്നൊരൊറ്റ ആന വെള്ളം കുടിക്കാനുണ്ടായില്ല കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മൂന്നാർക്ക് പോകേണ്ട റൂട്ടിൽ കണ്ടൊരു സ്പോട്ടായിരുന്നു ടൈഗർ കേവ് എന്നുള്ളത്. പേര് ഭയങ്കര വെറൈറ്റിയാണ്. അപ്പോൾ എന്താ കാര്യം കാണാനൊക്കെ നോക്കിയപ്പോൾ അവിടെ ഓരോ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷൻ കാണാനായിട്ടും ഓരോരോ ഫീ ആണ് പെർ ഹെഡിന്. സോ ഞങ്ങൾക്ക് വെറുതെ കുറച്ച് കാഴ്ചകൾ കാണാനും ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാം വേണ്ടു. അപ്പോൾ ഉണ്ണിനെ കൊണ്ട് ഹാങ് ബ്രിഡ്ജ് മാത്രം കാണാൻ വേണ്ടിയിട്ട് അതിന് ടിക്കറ്റ് മാത്രം എടുത്തത്. പിന്നെ ഞാൻ ഏട്ടനും ഉണ്ണിനൊക്കെ എടുത്ത് ഹാങ് ബ്രിഡ്ജിൽ കുറേ നേരം ആടി കളിച്ച് കുറേ നേരം കളിച്ചിട്ടുണ്ടായി. ഉണ്ണീനെ എടുത്ത് കയറുണ്ടെങ്കിൽ ചെറിയ പേടിയുണ്ടായിരുന്നു. ഹാങ്ങിങ് ബ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആയിട്ടാണ്. കാരണം അപ്പോഴേക്കും വിശപ്പിൻ്റെ വില വന്നു തുടങ്ങിയിരുന്നു. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു. അവിടുത്തെ ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല ഉച്ച ആവാറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും കറങ്ങി വന്നിട്ട് നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം ടൗണിലേക്ക് വിട്ടു. ടൗണിലെത്തി നല്ലൊരു ഹോട്ടലുണ്ടപ്പോൾ വണ്ടി നിർത്തി വേഗം ഇറങ്ങിയിട്ടാണ്. അതൊരു പ്രത്യേക ഒരു വൈബുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ഉള്ളിൽ കയറുമ്പോഴൊക്കെ ഒരു കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ട്രഡീഷണൽ എന്താ പറയുക ആൻറ്റിക്ക് കുറേ പീസൊക്കെ വെച്ചിട്ട് ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ലഞ്ചിന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ഏട്ടന് നൂഡിൽസും ആയിരുന്നു. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യണ ഗ്യാപ്പിൽ ചെക്കന് ഗ്ലാസ് ഉടച്ചിട്ടുണ്ടായിരുന്നിട്ട് പേപ്പർ പിടിച്ച് വലിച്ചിട്ട് പിന്നെ ചെക്കനെ മുറുക്കെ പിടിച്ച് ഒതുക്കി സൈഡിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ വേറെ എവിടെ നിന്ന് അങ്ങനെ നേരെ മൂന്നാർ ഇങ്ങോട്ട് വിട്ടാം. അപ്പോൾ മൂന്നാർ എത്തിയപ്പോൾ ഫസ്റ്റ് സ്പോട്ട് നമ്മുടെ ഫോട്ടോ പോയിന്റിലെത്തി. അപ്പോൾ മൂന്നാർ എത്തിയിട്ട് ഫോട്ടോ പോയിന്റിൽ എന്നിട്ട് ഫോട്ടോ എടുത്തില്ലെങ്കിൽ എന്തായാലും അപ്പോൾ കുറച്ച് വണ്ടി നിർത്തി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ നേരെ മുന്നോട്ട് വിട്ടു വിട്ടാം. മൂന്നാർ ഫോട്ടോ പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്പോട്ടുകൾ വേറെ ഉണ്ടായിരുന്നു. എല്ലാവരും കറങ്ങാനൊന്നുമില്ല. കാരണം ഞങ്ങളുടെ മെയിൻ ഫോക്കസ് ടോപ്പ് സ്റ്റേഷനാണ്. കാരണം ഇരുട്ടാവണതിന് മുമ്പ് അവിടെ എത്തണം. പിന്നെ അവിടെ നിന്ന് വേഗം ഇറങ്ങണം എന്നുള്ള തോട്ടായാലും നേരെ വിട്ടു. അങ്ങനെ നേരെ പോയിട്ടിരിക്കില്ല. റോഡ് സൈഡിൽ ഭയങ്കര ബ്ലോക്ക് ഉണ്ടോ നോക്കിയപ്പോൾ നേരത്തെ നമ്മുടെ കാട്ടാനകൾ മൂന്നാറിൽ വന്ന് നിൽക്കുന്നത്. ആനക്കുളത്തിൽ വെള്ളം കുടിക്കണം വന്നത് കണ്ടില്ലെങ്കിലും ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ആശ്വാസം. നാട്ടിൽ എത്ര ആനേനെ കണ്ടാലും കാട്ടിൽ പോകുമ്പോൾ ആനേനെ കാണുമ്പോൾ പ്രത്യേക ഒരു അത്ഭുതം എല്ലാവർക്കും. അങ്ങനെ അവിടെ നിന്ന് പോരണ വഴിക്കട്ടെ ഓർത്തത് അയ്യോ തേയിലത്തോടെ തന്നെ ഉള്ളിൽ കയറി 2-3 ഫോട്ടോസ് എടുത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് വേഗം ഇവിടെ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് കണ്ട സ്പോട്ടിൽ ഇറങ്ങി 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പോന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനായിട്ട് തുള്ളിച്ചാടി വേഗം ഇറങ്ങിപ്പോയി. പക്ഷെ തിരിച്ച് കയറാൻ എത്രയ്ക്ക് വലിയ എളുപ്പമുണ്ടായ കുറച്ച് കഷ്ടപ്പെടേണ്ടത് തിരിച്ച് കയറിയത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ഫോക്കസ് ചെയ്ത് വിട്ടു. ടോപ്പ് സ്റ്റേഷൻ തയ്യാറായപ്പോൾ തന്നെ അത് നല്ല രീതിക്ക് മഞ്ഞൊക്കെ കാണാൻ നമുക്ക് നല്ല ഗ്ലാസ്സൊക്കെ ഇറക്കിയിട്ട് നല്ല തണവ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്.
ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഞാൻ മൂന്നാർക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഈ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടില്ല, വന്നിട്ടില്ല. ഇത്രയും നടക്കാനുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ വേഗം ഉണ്ണീനെ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ ചേട്ടൻ്റെ മാമനുമായി മോനായി എന്നുള്ള പാട്ടിലായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് നടന്നു. പിന്നെ ഇതേ നല്ല തണുപ്പുള്ള ക്ലൈമറ്റ് എത്തിയപ്പോൾ ഉണ്ണി ഫുൾ ഓണായി. ആൾ ഹാപ്പി. ആൾ മാമൻ്റെ പുറത്ത് കയറിയിരുന്നപ്പോൾ ആൾക്ക് വലിയൊന്നും സംഭവം പോലെ ആൾ ഭയങ്കര ഉഷാറായിട്ടാണ്. മടിയനായ അച്ഛനും മാമനും കർമ്മനിരതനായ മാമനും. അങ്ങനെ ദേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണി തിരിച്ച് എൻ്റെ കൈക്ക് വന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ ഹിപ്പ് സീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണീനെ അതും എത്തിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഏട്ടൻ എന്തേ കൈ വീശി നടക്കാണ്, ഫ്രീ ആയിട്ട് ഫോൺ പിടിച്ച്. ആൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് അറിയണ്ടല്ലോ. പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ ഉണ്ണീനെ പിടിച്ച്. അങ്ങനെ നടന്നിട്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ എൻഡ് പോയിന്റിൽ എത്തിയിട്ടാണ്. അവിടെ എത്തിയപ്പോൾ നല്ല തണവുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വീഡിയോയിൽ ആ ഒരു രസം, ആ ഒരു ഭംഗി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം നേരിട്ട് കാണാനായിരുന്നു കുറച്ചുകൂടി വൈബ്. അവിടെ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തപ്പോഴേക്കും പ്രതീക്ഷിക്കാതെ സൂപ്പർ മഴ പെയ്തു. മഴ പെയ്തപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, വേഗം അവിടെ നിന്ന് ഉണ്ണീനും പിടിച്ചോടി ഷെഡിൻ്റെ ഇടയിൽ പോയി നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങാൻ നോക്കിയിട്ട്. കാരണം ചേട്ടൻ പറഞ്ഞു മഴ പെയ്ത കാരണം പെട്ടെന്ന് ഇരുട്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതല്ല. നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി അവിടേക്ക് എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായി മാത്രമല്ല നല്ലോണം കോട ഇറങ്ങി തുടങ്ങിയിരുന്നു. ഇപ്പോൾ റോഡൊന്നും കാണാണ്ടായില്ല. ഇപ്പോൾ ക്യാമറയിൽ കാണുന്നില്ല, നേരിട്ട് കാണുമ്പോൾ ഒട്ടും റോഡ് കാണുന്നുണ്ടായില്ല. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് പതുക്കെയാണ് പോയത്. കാരണം മുന്നേ ഉള്ള കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രതീക്ഷിക്കാതെ കോട കിട്ടിയാലും നമ്മൾ വീട്ടിലെത്തിയപ്പോൾ നല്ല രീതിക്ക് ലേറ്റായിട്ട്. കാരണം പതുക്കെയാണ് മല ഇറങ്ങിയത്. എത്തിയപ്പോൾ നല്ല രീതിക്ക് ലേറ്റായി. പിന്നെ വീട്ടിലെത്തിയത് ഓർമ്മയുള്ളൂ, ഓൺ ദ സ്പോട്ടിൽ എല്ലാവരും കിടന്നു തുടങ്ങിയിട്ട്. കാരണം അത്രയ്ക്ക് ടയേർഡായി. അപ്പോൾ നമ്മുടെ മൂന്നാർ വ്ളോഗ് വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഇടയ്ക്ക് മഴയും കാര്യങ്ങളും ടാസ്ക് പിന്നെ ഉണ്ണിക്കുള്ള കാര്യം നമുക്ക് എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മാക്സിമം കാര്യങ്ങളും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, ബൈ.